ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന് വീട്ടിലെ സ്ത്രീകൾ പറഞ്ഞാൽ ഇനി തർക്കിക്കാൻ നിൽക്കണ്ട, തോറ്റുപോവുകയുള്ളൂ. രാജ്യത്തെ സ്ത്രീകളുടെ കയ്യിലുള്ളത് 24,000 ടൺ സ്വർണം. ഇത് ലോകത്തെ മൊത്തം സ്വർണ്ണശേഖരത്തിന്റെ 11% എന്നറിയുമ്പോഴാണ് പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. ലോക ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ചാണ് ഇന്ത്യ ലോകത്തിന്റെ സ്വർണ്ണനിധി സംരക്ഷകരാണ് എന്ന അമ്പരപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത്. സ്വർണം കൈവശം വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾ കടത്തിവിട്ടുന്നത് മുൻനിര രാജ്യങ്ങളെയാണ്. ഇന്ത്യൻ സ്ത്രീകളുടെ ഉടമസ്ഥതയുള്ള സ്വർണത്തിന്റെ അളവ് ലോകത്തെ മുൻനിര രാജ്യങ്ങളിലെ സ്വർണ്ണശേഖരത്തെക്കാൾ കൂടുതലാണ് എന്നതാണ് അമ്പരപ്പിക്കുന്ന വസ്തുത. അമേരിക്ക 8,000 ടൺ, ജർമ്മനി 3,300 ടൺ, ഇറ്റലി 2,450 ടൺ, ഫ്രാൻസ് 2,400 ടൺ, റഷ്യ 1,900 ടൺ എന്നിവരാണ് സ്വർണ്ണശേഖരത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുടെ എല്ലാം കരുതൽ ശേഖരം ഒരുമിച്ച് ചേർത്താൽ പോലും ഇന്ത്യയിലെ സ്ത്രീകളുടെ കൈവശമുള്ള സ്വർണത്തിന്റെ 7 അയലെത്തത്തില്ല. ഇതിൽ നമുക്കും അഭിമാനിക്കാം. ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം സ്വർണത്തിന്റെ 40% അവരുടെ പക്കലാണ്. ഇതിൽ 28% തമിഴ്നാടിന് അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് 500 ഗ്രാം വരെ സ്വർണം കൈവശം വയ്ക്കാൻ അനുവാദമുണ്ട്. അതേസമയം അവിവാഹിതരായ സ്ത്രീകൾക്ക് കൈവശം വയ്ക്കാവുന്നത് 250 ഗ്രാം സ്വർണമാണ്. പുരുഷന്മാർക്ക് അനുവദിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് 100 ഗ്രാം മാത്രമാണ്. രാജ്യത്തിന്റെ GDPയുടെ 40% ഉൾക്കൊള്ളുന്ന ഈ സ്വർണ്ണശേഖരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിലും പ്രധാന പങ്ക് വഹിക്കുന്നു. രാജ്യങ്ങൾ സ്വർണ്ണശേഖരം സൂക്ഷിക്കുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. സ്വർണത്തെ മൂല്യസ്ഥിരതയുള്ള ഒരു നിക്ഷേപമായി കണക്കാക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും സ്വർണത്തിന്റെ മൂല്യം ഇടിയാറില്ല. ഒരു രാജ്യത്തെ കറൻസിയുടെ മൂല്യത്തിനും ആ രാജ്യത്തെ സ്വർണ്ണശേഖരവുമായി ബന്ധമുണ്ട്. US ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ സ്വർണത്തിന്റെ വില കൂടുകയാണ് ചെയ്യാറ്. യഥേഷ്ടം ഡോളർ കൈവശമുണ്ടായിരുന്ന റഷ്യ അമേരിക്കയുടെ ഉപരോധം കാരണം കുരുക്കിലായതോടെയാണ് സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തുടങ്ങിയത്. ഇന്ത്യയും UAEയും സമാനമായ രീതി സ്വീകരിച്ചു. കൂടാതെ കൂടുതൽ രാജ്യങ്ങൾ ഡോളറൈസേഷനിൽ ആകൃഷ്ടരായി. അധികാരമേൽക്കും മുൻപ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകി. ഡോളർ വിട്ടുകളിച്ചാൽ 100% ഇറക്കുമതി നികുതി ചുമത്തും എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അതിനിടെയാണ് സ്വർണം കരുതൽ ധനമായി സൂക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് രാജ്യങ്ങൾ സ്വർണം വാങ്ങുന്നത്. ഒക്ടോബറിലെ കണക്കിൽ ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ 1ാം സ്ഥാനത്ത്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഒക്ടോബറിലെ കണക്കിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യം ഇന്ത്യയാണ്. 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ളത് തുർക്കിയും പോളണ്ടും. ഒക്ടോബറിൽ 27 ടൺ സ്വർണമാണ് RBI വഴി ഇന്ത്യ വാങ്ങിയത്. ഈ വർഷം ഇതുവരെ ഇന്ത്യ സ്വന്തമാക്കിയത് 77 ടൺ സ്വർണം. 2023 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 ഇരട്ടി വരും ഇത്. തുർക്കിയുടെ ഈ വർഷത്തെ സ്വർണ്ണശേഖരം 72 ടണ്ണും പോളണ്ടിന്റേത് 69 ടണ്ണുമാണ്. മാസക്കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും സ്വർണ്ണഖനനത്തിലും എല്ലാ രാജ്യങ്ങളും ശ്രദ്ധയൂന്നുകയാണ് ഇപ്പോൾ. അടുത്തിടെ ചൈനയിൽ കണ്ടെത്തിയ സ്വർണ്ണഖനി ലോകത്തിൽ ഏറ്റവും വലുതാണ് എന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ കിഴക്കൻ മേഖലയിലെ ഖനിയിൽ നേരത്തെ കരുതിയതിലും കൂടുതൽ സ്വർണ്ണമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യ ആകട്ടെ വൻതോതിൽ വാങ്ങിക്കൂട്ടുകയുമാണ്. ക്രൂഡ് ഓയിലിൽ സൗദി അറേബ്യയും UAEയും റഷ്യയും ഒക്കെ കേമന്മാരാണ് എങ്കിലും സ്വർണ്ണത്തിൽ ഇന്ത്യ കരുത്ത് കാട്ടുന്നു എന്നതാണ് പുതിയ കണക്കുകൾ. ആഗോളതലത്തിൽ സ്ഥിരതയും വിശ്വാസ്യതയുമുള്ള നിക്ഷേപമായി സ്വർണം മാറുകയാണ്. വിപണികളും രാഷ്ട്രീയ സാഹചര്യവും അസ്ഥിരമാകുമ്പോഴാണ് സ്വർണത്തിന്റെ വില വൻതോതിൽ ഉയരുക. പുതിയ നിക്ഷേപത്തിന് പറ്റിയ സാഹചര്യമല്ല എങ്കിൽ പണം നഷ്ടമാകാതിരിക്കാൻ ശതകോടീശ്വരന്മാരും കമ്പനികളും സ്വർണം വാങ്ങിക്കൂട്ടും. കൂടുതൽ ആവശ്യക്കാർ വരുന്നതോടെ സ്വർണ്ണവില കുത്തനെ ഉയരും. കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതും ഇത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് സ്വർണ്ണഖനികളുടെ വാർത്തകളും സജീവമായത്. ചൈനയിൽ വലിയ സ്വർണ്ണഖനി കണ്ടെത്തിയതിനു പിന്നാലെ ഇറാനിൽ നിന്ന് വന്ന സുപ്രധാനമായ വാർത്തയാണ് സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന ഇറാൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കും ആശ്വാസം നൽകിയ വാർത്ത. പുതിയ കണ്ടെത്തൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാനിലെ കൂറ്റൻ സ്വർണ്ണഖനിയാണ് വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ സർഷൗറാൻ. 27 ദശലക്ഷം മെട്രിക് ടൺ സ്വർണ്ണമാണത്രേ ഈ ഖനിയിലുള്ളത്. പുതിയ പര്യവേഷണമാണ് ഇറാൻ ഭരണകൂടത്തെ സന്തോഷിപ്പിക്കുന്നതും വാർത്തകളിൽ ഇടം പിടിക്കാൻ ഇടയാക്കിയതും. 42 ദശലക്ഷം മെട്രിക് ടൺ സ്വർണം കൂടി ഖനിയിലുണ്ട് എന്നതാണ് പുതിയ കണ്ടെത്തൽ. 116 മെട്രിക് ടൺ സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. 25 വർഷം മാത്രമേ ഖനിക്ക് ആയുസുള്ളൂ എന്നാണ് കരുതിയത് എങ്കിലും പുതിയ കണ്ടെത്തലോടെ 65 വർഷം ഖനനത്തിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞിരിക്കുന്നത്. അതേസമയം ഒക്ടോബറിൽ റിസർവ് ബാങ്ക് രഹസ്യമായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 102 ടൺ സ്വർണം ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. 1990-കൾ മുതൽ വിദേശത്തെ സ്വർണ്ണശേഖരങ്ങൾ ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട്. UK-യിൽ നിന്ന് ഇതിനോടകം തന്നെ 100 ടൺ സ്വർണം മാറ്റിയിരുന്നു. സെപ്റ്റംബർ അവസാനത്തോടെ റിസർവ് ബാങ്കിന്റെ മൊത്തം കരുതൽ ധനത്തിൽ 855 ടൺ സ്വർണമുണ്ട്. 510.5 ടൺ സ്വർണം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ കരുതൽ ശേഖരം ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുകയാണ് ലക്ഷ്യം. പ്രത്യേക വിമാനങ്ങളിൽ അതീവ സുരക്ഷാ സന്നാഹത്തോടെയാണ് സ്വർണം ഇന്ത്യയിൽ എത്തിക്കുന്നത്.
എത്തിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിലെ പണലഭ്യതയും സമ്പത്തിന്റെ സുരക്ഷിതത്വവും ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണിത്. നിലവിൽ ഇന്ത്യയുടെ 324 ടൺ സ്വർണ്ണ ശേഖരമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും മറ്റു രാജ്യങ്ങളുടെയും പക്കലുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 200 ടണ്ണിലേറെ സ്വർണം ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ആഗോളതലത്തിലെ ബുള്ളിയൻ വെയർഹൌസാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. 1697 മുതൽ ആഗോള സെൻട്രൽ ബാങ്കുകളുടെ സ്വർണ്ണ ശേഖരം ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള മറ്റൊരു ബാങ്കാണ് ന്യൂയോർക്ക് ഫെഡറൽ റിസർവ്. സ്വർണം, വെള്ളി നാണയങ്ങൾ ഇളവുകളോടെ വാങ്ങാം. 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തിക്കും. ഇന്ത്യയുടെ വിദേശ കരുതൽ ശേഖരത്തിൽ സ്വർണം ഇപ്പോൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 9.3% സ്വർണ്ണ ശേഖരം ഉയർന്നത്. മാർച്ചിൽ 8.1%. സ്വർണത്തിന് മൂല്യമേറുന്നതിന് പിന്നാലെ ആഗോള ബാങ്കുകൾ സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ട്. 10 ഗ്രാമിന് $78.75 വില എത്തിയിരിക്കുകയാണ്. അടുത്ത വർഷം 10 ഗ്രാമിന് 75.75 വരെ വിലയെത്തും എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് കർമാസ്.